രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ കുരുക്ക്. ലൈംഗിക അതിക്രമ കേസിലെ വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ചു, അവർക്ക് ഗർഭമുണ്ടാക്കി, അവരെ ഗർഭം അലസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ പുറത്ത് പോലീസ് കേസെടുത്തു. പക്ഷേ വിവാഹിതയായ ഒരു സ്ത്രീ തന്നെ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ഒരാൾ താനുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിച്ചാൽ ആ കേസ് അത് റേപ്പായിട്ട് നിലനിൽക്കില്ല എന്ന് കേരള ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കൊടുത്തിരിക്കുന്ന പരാതി ആ പെൺകുട്ടിയുടെ ഭർത്താവ് BNS 84 പ്രകാരമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. തൻ്റെ ഭാര്യയെ വശീകരിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നു ഉള്ളതാണ് പരാതി. അതിന് 2 വർഷത്തെ ശിക്ഷയാണ് BNS 84 പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മിസ്കാരേജ് നടത്തിയെന്നോ അങ്ങനെ ഒരു ആരോപണം ഭർത്താവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. നേരത്തെ എടുത്ത കേസിനകത്ത് അവർ വിവാഹിതയായിരുന്നു എന്നും ഭർത്താവ് അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇടപെട്ടതെന്നും അങ്ങനെ ഇടപെട്ടപ്പം അയാൾ ഇവളുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടാക്കി അവരെ വശീകരിച്ചെന്നും അവർക്ക് ഇല്ലീഗലായിട്ട് ഒരു പ്രഗ്നൻസി ഉണ്ടായിരുന്നെന്നും അതൊരു ഗുളിക കൊടുത്ത് അബോർട്ട് ചെയ്തു എന്നൊക്കെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പരാതി. ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഇപ്പോൾ പുതിയ പരാതി കൊടുത്തിരിക്കുന്നത് BNS 84 പ്രകാരം. മുഖ്യമന്ത്രിക്കും DGPക്കും ആണ് ആ പരാതി പ്രത്യേകം കൊടുത്തിരിക്കുന്നത്. ആ കേസിന്റെ അന്വേഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. കാരണം നിയമപരമായി ആ കേസ് നിലനിൽക്കില്ല. അതിന് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ് പലതും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം കൊടുത്തു. ഒരു കേസിനകത്ത് ഹൈക്കോടതിയിൽ പോയി ജാമ്യം ലഭിച്ചു. ആ 2 കേസിനകത്തും പൊതുവെ രാഹുൽ മാങ്കൂട്ടം സുരക്ഷിതനായി എന്ന് തന്നെ പറയാം. കേസിൻ്റെ ട്രയൽ നടക്കും. പോലീസ് കുറ്റചാർജ് കൊടുത്തു, ചാർജ് ഷീറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ട്രയൽ ഉണ്ടാവുള്ളൂ. കേസ് അന്വേഷണത്തിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പുതിയ നീക്കം അതുകൊണ്ട് നിയമപരമായി ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം BNS 84 ഒരു 2 വർഷത്തെ ശിക്ഷയുള്ളൂ. അഥവാ പോലീസ് അറസ്റ്റ് ചെയ്താൽ തന്നെ ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ. ഈ പുതിയ കേസ്, പുതിയ പരാതി, ഭർത്താവ് കൊടുത്ത പരാതി, തനിക്ക് തൻ്റെ കുടുംബജീവിതം അയാൾ തകർത്തു എന്നും തനിക്ക് മാനനഷ്ടം ഉണ്ടായിരുന്ന 2 കൗണ്ടുകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കേസ് പുതിയൊരു കേസ് എടുക്കുന്നതിൽ സ്കോപ്പ് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. 2 കേസ് ഓൾറെഡി ഉണ്ട്. അതിലൊരു കേസിലാണ് ഒരു പെൺകുട്ടിയാണ് താൻ വിവാഹിതയായിരുന്നെന്നും പ്രശ്നം തീർക്കാൻ നേരത്തെ താനുമായിട്ട് വന്ന് അയാൾ അടുപ്പമുണ്ടായെന്നും തന്നെ വശീകരിച്ചെന്നും തനിക്ക് നിയമവിരുദ്ധമായി ഇല്ലീഗലായിട്ട് പ്രഗ്നൻസി ഉണ്ടായെന്നൊക്കെയായിരുന്നു ആ പരാതി. ആ പരാതിയുടെ ഒപ്പം ഭർത്താവിൻ്റെ പരാതിയും കൂടെ ചേർത്ത് അന്വേഷിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു കേസ് എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം നേരത്തെ ആ കേസ് എടുത്തപ്പം ഇദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ട്. കാരണം ആ ഭർത്താവ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു അന്ന് വന്ന വാർത്തകൾ. എന്തായാലും ഇപ്പോൾ ഈ പരാതി കൊടുത്തത് രാഷ്ട്രീയപരമായ ഏതെങ്കിലും നേട്ടം ഉണ്ടാക്കാനാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ഈ പരാതി കൊണ്ട് അത് മറ്റ് നേരത്തെ കൊടുത്ത പരാതി, ഭാര്യ കൊടുത്ത പരാതിയിൽ ഒപ്പം ചേർത്ത് വയ്ക്കാനേ കഴിയുള്ളൂ. അതും പോലീസ് അന്വേഷിക്കട്ടെ. കാരണം 2 കേസുകൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടുള്ളതാണ് എന്ന ആക്ഷേപം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ 2 കേസിൽ അദ്ദേഹം ഒളിവിൽ പോയി. പിന്നീട് അദ്ദേഹം വന്ന് ജാമ്യം ലഭിച്ചപ്പം അദ്ദേഹം വന്ന് ജാമ്യം എടുക്കുകയും ഹൈക്കോടതിയിലെ ഒരു കേസിൽ ജാമ്യം, ഇവിടുത്തെ ജില്ലാ കോടതിയിൽ നിന്ന് മറ്റൊരു കേസിൽ ജാമ്യം ലഭിച്ചു. സുരക്ഷിതമായി അദ്ദേഹം ഇപ്പോൾ അതേ MLA ആയ പാലക്കാടും പരിസരത്തും ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും പുതിയ പരാതി കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയപരമായ നേട്ടം രാഹുൽ മാങ്കൂട്ടത്തിനോ അല്ലെങ്കിൽ കൊടുത്തയാൾക്കോ അല്ലെങ്കിൽ കൊടുത്തയാൾ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ നീക്കം വളരെ വൃഥാവിലാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മാനനഷ്ട കേസ് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം. അത് കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യാം. അതിന് നിയമ തടസ്സങ്ങളൊന്നും തന്നെയില്ല. അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എനിക്ക്.
പുതിയ പരാതിക്കകത്ത് ഒരു എഫ്ഐആർ എടുക്കുന്നത് അനുചിതമായിരിക്കും. എഫ്ഐആർ എടുക്കാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരാതി നേരത്തെ വന്ന സമയത്ത് അന്ന് അതിനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയോ അതുമായിട്ട് പ്രതികരിക്കുകയോ, അത് ഭാര്യയാണ് ഈ പരാതി കൊടുത്തെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പക്ഷം എന്താണെന്ന് നോക്കുക, അന്ന് അവ്യക്തത നിറഞ്ഞു നിന്ന ഒരു സമയമായിരുന്നു അത്. ഇപ്പോഴും ഇദ്ദേഹം എന്തുകൊണ്ടാണ് വളരെ ലേറ്റായിട്ട് ഡിലേഡ് ആയിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല. ഈ പരാതി തീർച്ചയായിട്ടും ഇത് പുതിയ പരാതിയല്ല, നേരത്തെയുള്ള പരാതിയുടെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് ആദ്യത്തെ പരാതിയുടെ ഒപ്പം ഇതുകൂടെ ചേർത്ത് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇതുകൊണ്ടൊരു പ്രത്യേക നേട്ടമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കോ ഭർത്താവിനോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇങ്ങനെ ഒരു പരാതി എന്തുകൊണ്ടാണ് ഇപ്പം കൊടുത്തത് എന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും നിയമപരമായി പോലീസിന് ഇതിനകത്തൊരു പുതിയ കോഗ്നിസൻസ് എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.